എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കൂടപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആറാട്ടുകടവിലേക്കുള്ള റോഡാണ്. ഈ റോഡ് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ റോഡ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇൻ്റർലോക്ക് കട്ടകൾ വെച്ച് സൈഡൊക്കെ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് MLA ഫണ്ടിൽ നിന്ന് ഏകദേശം 40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. മനോഹരമാണ് റോഡ്. കാരണം ആ റോഡിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആറാട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര വഴി ഇതൊക്കെ കണക്കുകൂട്ടിയിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. MLA സനീഷ് കുമാർ ജോസഫിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ചെയ്തു വെച്ചേക്കണതിൽ ഉള്ള ഒരു അപാകതയാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപാകതയല്ല, ചില ആളുകൾ ആരാണ് ചെയ്തു വെച്ചാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും ആ പ്രദേശത്തെ ബിജു MD മേച്ചേരി എന്ന് പറയുന്ന ഒരു ചേട്ടൻ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പരാതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മനോഹരമാക്കി ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ ഡ്രമ്മുകൾ നിങ്ങൾക്കിപ്പോൾ കാണാം, നീല ഡ്രമ്മുകൾ. ഈ ഡ്രമ്മുകളിൽ ചെടികൾ, അതായത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചേക്കുന്ന ചെടികളാണ്. അത്യാവശ്യം അത് നല്ല പൊക്കത്തിൽ വരണ ഒരു ചെടിയാണ്. അത് നട്ടിട്ടേക്കാണ്. ഈ ഡ്രമ്മിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അതിൽ മണ്ണ് നിറച്ച് ആ ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് അത്രയും ഇൻ്റർലോക്ക് കട്ടകളും മാറ്റി അങ്ങനെ ഒരു പരിപാടി ചെയ്തേക്കാണ്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അത് ചില സൈഡുകളിൽ പുറമ്പോക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ഇൻ്റർലോക്ക് കട്ടകളെല്ലാം എടുത്തു മാറ്റി ഡ്രം ഇറക്കി വെച്ചേക്കാണ്. ഇനി ആ ഇൻ്റർലോക്ക് കട്ടകൾ, ഇത് പണി നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് അതിൽ നാളായില്ല കേട്ടോ. ആ ഇൻ്റർലോക്ക് കട്ടകൾ ഓരോരുത്തരുടെ പറമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിങ്ങനെ വരുന്നവരും മോണവരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി, ആരുടേതാണ് ഈ സംവിധാനങ്ങൾ? ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഭരണ സംവിധാനങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള സംഗതികളാണ്. വഴിക്കൂടെ പോണവർക്കൊക്കെ വന്ന് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ? മുനിസിപ്പാലിറ്റിയുടെ നിന്നോ ആരുടെയെങ്കിലും അനുവാദം മേടിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇത് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിങ്ങനെയല്ല. അവിടുത്തെ വാർഡ് മെമ്പർ രേഷ്മ എന്ന് പറയുന്ന കൗൺസിലർ അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കട്ടയിലും ഇറക്കി വയ്ക്കലും ഇൻ്റർലോക്ക് കട്ടകളും മാറ്റലും. അവിടെ പോയാൽ തടഞ്ഞു. അവർ കുറച്ച് നേരം കയറിപ്പോൾ പിന്നെ വീണ്ടും ഇറങ്ങി വരും. ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്? ആ ഇൻ്റർലോക്ക് കട്ടകൾ ഇരിക്കണമെന്നാണ് നിങ്ങൾ കാണുന്നത്. ഇതിങ്ങനെ വഴികൂടെ പോണവരൊക്കെ എടുത്തുകൊണ്ടുണ്ട്. പല വീടുകളിൽ ഇരിക്കുന്നുണ്ട്, പറമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള കട്ടകളല്ല. എന്താ കുഴപ്പം? ഇത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. ചാലക്കുടി നഗരസഭയിൽ ഇങ്ങനത്തെ കിടുകാര്യസ്ഥത എന്ന് പറഞ്ഞ സംഭവം ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്? നമ്മളിതുപോലെ ചില ലക്ഷങ്ങൾ ചിലവഴിച്ച് ചെയ്തിട്ടുള്ള കട്ടകൾ നമുക്ക് പൊളിക്കാൻ പറ്റുമോ? ഇത് ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യുമോ? ഇനി ഇതിൻ്റെ ഈ ചെടി വളരുന്ന സമയത്ത് എന്തിട്ടുണ്ടാകും പോണേ? ആ ഭാഗത്തുള്ള ഇൻ്റർലോക്ക് സംഗതികളെല്ലാം മുകളിലേക്ക് പൊങ്ങും. ഇതിപ്പോൾ ഈ ഡ്രംസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ സിമെൻ്റ് കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്താണ് വെച്ചേക്കണം. ഡ്രമ്മിൻ്റെ ഉള്ളിൽ അടിഭാഗം കട്ട് ചെയ്തെടുത്തു. അത്ര അടിഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടയും മാറ്റി. ഒന്നും പറയാനില്ല. ചാലക്കുടിയിലാണ് ഇതൊക്കെ നടക്കുള്ളൂ. ചാലക്കുടിയിൽ മാത്രം നടക്കുന്ന ചില സംഭവങ്ങളാണ്. ഇവിടെ ഭരണാധികാരികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ നടക്കും. ഓരോ വശത്തെ കൂടെ ചെലവഴിക്കാനും മറുവശത്തെ കൂടെ നശിപ്പിക്കാനും ഉള്ള പരിപാടികൾ നടക്കും. ഞാൻ എന്തായാലും ഇത് ശ്രദ്ധയപ്പെടുത്താണ്. അവിടുത്തെ കൗൺസിലർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, രേഷ്മ എന്ന് പറയുന്ന കൗൺസിലർ. അതേപോലെ തന്നെ മുനിസിപ്പൽ ഭരണാധികാരികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇത് ആര് പൊളിച്ച് കേസെടുക്കണം. ഇത് പൊളിച്ച ആൾക്കാർക്കെതിരെ കേസെടുക്കണം. ഈ ഇൻ്റർലോക്ക് കട്ടകൾ പൊളിച്ച ആൾക്കാർക്ക് ഇത് ശരിയല്ലത്.